മഹാനായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ ഇവരിങ്ങനെ അരിച്ചു പെറുക്കല. കഴിഞ്ഞ ഷാദുലി ഇങ്ങനെ നടന്നപ്പോൾ എല്ലാവരും ഹയാത്തിലുണ്ട്, ഒറ്റൊന്നും ഉറങ്ങിയില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ നോക്കുക, തങ്ങളവറുകൾക്ക് ഇസ്തിലാഹുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. തങ്ങളവറുകൾ അന്ന് ഒന്നും പിടുത്തം കിട്ടിയില്ല. കാരണം തങ്ങളവറുകൾ പറയുന്നത് ഞങ്ങൾ നോക്കിയാണ് പോലെ വട്ടം കറങ്ങാണ്, ആർക്ക് തിരിയാൻ. ആ കൂട്ടത്തിൽ തങ്ങൾ ഒരു സംഭവം അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു നിൽക്കുന്നു ഇരിക്കുന്നു, തങ്ങളേതായ ഭാഷയിൽ തങ്ങൾ പറയാണ്. ആ കൂടിയ സദസ്സിനൊക്കെ മനസ്സിലായി ആ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിനോട് യോജിച്ചൊരു മഅനയുണ്ടാവും. അള്ളാഹ് എന്നത് സൃഷ്ടികളോട് പൂർണ്ണമായി വ്യത്യസ്തനാണ്. നിരുപാധികം റബ്ബിനോട്, റബ്ബ് സൃഷ്ടികളോട് വ്യത്യസ്തനാണ്, ഒരു തർക്കവുമില്ല. അതിന്റെ അർത്ഥം പ്രയോഗത്തിൽ അങ്ങനെ നടത്തരുത് എന്നാണോ മുസ്ലിയാക്കന്മാരെ? ഹദീസിൽ കാണുന്നു, യദ്ഹഖു റബ്ബുനാ, റബ്ബ് ചിരിക്കുന്നു, യൻസിലു റബ്ബുനാ, റബ്ബ് ഇറങ്ങുന്നു. എത്ര പ്രയോഗം! ഈ പ്രയോഗങ്ങൾക്ക് അർത്ഥം പറയുമ്പോ അവിടെ വിശദീകരിച്ചു കൊടുക്കും. അത് സൃഷ്ടികൾ ചെയ്യുന്നത് പോലെയല്ല, അള്ളാഹുവിനോട് യോജിച്ചൊരർത്ഥം അതിന് വെച്ചു കൊടുക്കണം. അതേ പ്രയോഗമാണ് ഇവരും ഒക്കെ എല്ലാരും നടത്തുന്നതാ. എന്നിട്ട് പോലും പറയാ, ഓ അത് നടത്തിയത് കൊണ്ട് കുഫ്രിയത്ത് സംഭവിച്ചു. കുഫ്രിയത്തൊന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരാം, ആദ്യം അതൊന്ന് വന്നോട്ടെ, ഇവൻ പറയേണ്ട വാചകം ഒന്ന് വന്നോട്ടെ. അവൻ ഇഷ്ടമുള്ളത് ചെയ്യുമെന്നാണ്. അള്ളാഹു ഇരിക്കും, അള്ളാഹു കിടക്കും, അള്ളാഹു നടക്കും, അള്ളാഹുവിന് എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ചെയ്യുമെന്നാണ്. ഇത് സുന്നത്ത് ജമാഅത്തല്ല കേട്ടോ. സുന്നികൾക്ക് ഇങ്ങനെ ഒരു അഖീദ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല. ഇനി വേണമെങ്കിൽ നാളെ പറയും അള്ളാഹു താലയ്ക്ക് തിന്നാൻ തോന്നി അവൻ തിന്നു, അതിനെന്താ പ്രശ്നം? അള്ളാഹു താലയ്ക്ക് ഉറങ്ങാൻ തോന്നി അവൻ ഉറങ്ങി, എന്താ പ്രശ്നം? അള്ളാഹുവിന് തോന്നണതൊക്കെ ചെയ്യുമെന്നാണല്ലോ ആ പറഞ്ഞു കൊടുത്ത ആളാരാണ്. ഇവരുടെ വാദപ്രകാരം ഈ ലോകം നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിന്റെ മശായിഖ, ഔലിയാക്കളുടെ രാജകുമാരനാണ്. എന്തോ ആകട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അവർക്ക് അങ്ങനെ വിശ്വസിക്കാം, അവർ അദ്ദേഹത്തെ അങ്ങനെ ആദരിക്കാം, ഒക്കെ ചെയ്തോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ, ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് വിചാരിച്ചിട്ടല്ലേ ആ സാധുക്കൾ അവിടെ പോയിരുന്നു കൊടുക്കുന്നത്? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ? അതിനപ്പുറത്തൊരു തലേക്കെട്ടുകാരൻ ഇരിക്കുന്നുണ്ട്. ഈ ഇബ്ലീസ് ത്വരീഖത്തിന്റെ വലിയ കോളാമ്പിയാണ്. ഇത് കേട്ടിട്ട് ചിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ ചെങ്ങാതി എത്തിയില്ലേ? അത് കേട്ടിട്ട് ചിരിച്ചു കൊടുക്കാണ് അവരുടെ. കാരണം ഈ പൊട്ടത്തരം പറഞ്ഞ് നിങ്ങൾ വരുന്നു, അപ്പൊ തന്നെ നമുക്ക് ഓടുന്നുണ്ട്. ആ തലേക്കെട്ടുകാരൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മശായിഖന്മാരെ കുറിച്ച് ഇത്തരം വിഘടനവാദികൾ പറയുമ്പോ അതിനെതിരെ സമരം ചെയ്യാനുള്ള തലേക്കെട്ട് തന്നെയാണുള്ളത്. വടിത്തങ്ങൾ പാപ്പ അത് കാലഘട്ടത്തിന്റെ ആളാണ്. ഈ കാലഘട്ടത്തിന്റെ കുതുബുൽ ആലമാണത്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മഹാനാണത്, തർക്കമില്ല. അത് പ്രഖ്യാപിക്കണോല് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന്റെ കുറ്റ്യാടി സമസ്തല്ല, എന്റെ മോനാണ് എന്ന് യഹിയൽ ബുഖാരി തങ്ങളെ കുറിച്ച് പറഞ്ഞത് ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഷാദുലി തങ്ങളാണ് എന്ന് പറഞ്ഞതാരാ? ഖുതുബുൽ ആലം സുൽത്താനുൽ ആരിഫീൻ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഉപ്പാപ്പ. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് വേണോ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾക്ക്? ആണോ? അപ്പൊ അള്ളാന്റെ സൃഷ്ടികളുടെ വിശേഷനാണ് നിൽക്കുക, ഇരിക്കുക, ഇറങ്ങുക, കയറുക. ഇത് അള്ളാഹ്ക്ക് പറഞ്ഞു അത് കുഫ്റാണ് എന്നല്ലേ? എന്നാൽ ഒന്നും ഭയപ്പെടേണ്ട മോനെ, അന്ന ഞാൻ ശരിക്ക് കുഫറിൽ എത്തിച്ചേരാം. വടിത്തങ്ങളുടെ അവിടെ നിൽക്കട്ടെ. ആദ്യം എൻ്റെ കുറച്ച് പത്രം ഞാൻ എടുക്കാൻ പോവാണ്. ബിസ്മില്ലാ, തുടങ്ങാം. ഇത് ഒരുപാടുണ്ട്, ഞാൻ 4-5 കാണിക്കാം. എടുക്ക റിസാല എടുക്കാദ്യം. നിങ്ങൾ അങ്ങനെ വിടാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എടുക്കായി പോണ്. ഇതൊക്കെ നിങ്ങൾ എഴുതിയും പറഞ്ഞും വെച്ചതാ. അവിടെ റിസാല വന്നോട്ടെ, റിസാലൻ്റെ ചട്ടാദ്യം വരട്ടെ. അതാ റിസാല കണ്ടില്ല നിങ്ങൾ? 2004 ജൂൺ 25 ഇറക്ക്. അടുത്ത് പേജെടുക്ക്. അതാ അടയാളപ്പെടുത്തിയ സ്ഥലം വായിച്ചോളി. അതിൽ പ്രത്യേകമായി കാണാം ഹദീസ് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. റിസാല 2004 ജൂൺ 25. എല്ലാ രാത്രിയിലും അള്ളാഹ് ആകാശത്തേക്ക് ഇറങ്ങി വരും. റിസാലയിൽ എഴുതുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇറങ്ങി വരിക എന്നുള്ളത് സിട്ടിന്റെ പ്രവർത്തനല്ലേ? അല്ല ഇറങ്ങുമ്പോ പിന്നെ കയറും വേണം, അങ്ങനെ വേണല്ലോ. രാത്രി ഇറങ്ങി വരണമെങ്കിൽ അല്ല എന്ത് ചെയ്യണം? കയറി പോണല്ലോ.
അപ്പൊ കയറുന്നു ഇറങ്ങുന്നു. അതെന്നെ ഇവിടെ രാത്രി ആവുമ്പോഴല്ല, അപ്പുറത്ത് രാത്രിയാണ്. അപ്പൊ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, കയറിക്കൊണ്ടേയിരിക്കുന്നു. യൻസിൽ റബ്ബുന എന്ന വാക്കിന്റെ അർത്ഥം അല്ല ഇറങ്ങുന്നു റിസാലയിൽ. നിങ്ങളെ കുഫറിന്റെ പൂതി ഞങ്ങൾ തീർത്താൽ ഇനി അടുത്ത റിസാല എടുക്ക്. ഒന്നല്ല ഇനി രണ്ട്. അതാ അതിനകത്ത് മാത്രം എടുത്ത് വായിച്ചോ. അതിന് നടുവിലെഴുതിയ സാധനം, ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് അയത്തിക്കളയുകയും. ആകാശത്തുള്ളവൻ നിങ്ങളെ എഴുതിയത് ആരെക്കുറിച്ച്? അള്ളാഹിനെ കുറിച്ച്. അള്ളാഹ് ആകാശത്താണോ മുസ്ലിം ജമാഅത്തുകാരാ? അള്ളാഹ് ആകാശത്താണോ ഭൂമിയിലാണോ? മറുപടി. യഹിയൽ ബുഖാരി തങ്ങളേറ്റ് കളിച്ചാൽ ഓലാഹില് വലണ്ട് എന്നുള്ളത് മറക്കണ്ട. അപ്പൊ അള്ളാഹ് ഇറങ്ങുക, അള്ളാഹ് കയറുക, അള്ളാഹ് ആകാശത്തുമാണ്. റിസാല. ഇനി വലിയ ആളെ തന്നെ ഞാൻ പിടിക്കാൻ പോവാണ്. അടുത്തതെടുക്ക്, സുന്നി വോയിസ് എടുക്ക്. അതാ സുന്നി വോയിസ് ലക്കം അതിന് 2001 ഏപ്രിൽ 1-15 എടുക്ക. അടുത്ത പേജ് എടുക്ക്. പേജിൽ ലേഖനമാരാ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഒരു രക്ഷയില്ല. അടുത്ത പേജ് എടുക്ക്. അതിനതാ അവിടെ മാർക്ക് ചെയ്ത ഭാഗം. അതിൽ പറയണ് അല്ലാഹ് അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അതിന്റെ മയനയാണോ ഇരിക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അതൊക്കെയാണ് അതെന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ പോണ്. മടവൂര് പഠിച്ചോനല്ലെങ്കിൽ അല്ല, മടവൂര് ഷെയ്ഖുന പേരോട് പിന്നെ മൗലാനയാണെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങിയത്. ഇതുപോലെ റിസാല സുന്നി വോയിസ് AP അബൂബക്കർ മുസ്ലിയാരായ എഴുതിയത് അല്ലാഹു തആല അർശിൽ ഉപവിഷ്ടനാണ്. അർശി എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ എഴുതുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മയന വേറെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അർശിൽ ഇരുന്നു എന്ന് നിങ്ങൾ സുന്നി വോയിസിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ വഹാബിനായിട്ട് 4 വർത്താനം പറഞ്ഞ ആയിരല്ല, ഇത് മശായിഖിന്റെ മദദിൽ ഞങ്ങൾ സംസാരിക്കുകയാണ് എന്നത് മറക്കണ്ട. ഇനി മധുവിലെങ്കിൽ അധികം വരും. അപ്പൊ 4-5 അവിടെ നിൽക്കട്ടെ. റിസാല 2 ഒന്ന് സുന്നി വോയിസ് പോയി. അതിലൊന്ന് AP ഉസ്താദിന്റെ ലേഖനം മുഴുവൻ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശദീകരണം പറ. ആ വിശദീകരണം എന്താണോ അത് പഠിക്കുവാണ് പറഞ്ഞാൽ മതി. ഇറങ്ങാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഉസ്താദേ അള്ളാഹുവിനോട് യോജിച്ചൊരർത്ഥം അതിന് വെച്ചു കൊടുക്കണം. ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് യോജിച്ചർത്ഥം വെച്ചു കൊടുക്കണം. ശരി, എന്നാ ഞങ്ങളെ നേതാവായ യഹിയൽ ബുഖാരി തങ്ങൾ പറഞ്ഞത് നിനക്ക് മനസ്സിലാവൂല, അതിന് അള്ളാഹുവിനോട് യോജിച്ച മാനങ്ങ് വെച്ചു കൊടുത്തേക്ക്. സൃഷ്ടികൾക്കുള്ള ഒരു വിശേഷണവും അള്ളാഹ്ക്ക് ഉണ്ടാകൂലെന്ന് അള്ളാഹനെ അറിഞ്ഞ ആരിഫാണ് സയ്യിദ് യഹിയൽ ബുഖാരി. ഇനി പഠിപ്പിക്കാണ്ടേ വന്നോ, അടുത്ത റിസാലയിട്ട് ഞാൻ വരും. വല്ല റിസാലൊന്നല്ല, സാക്ഷാൽ നിയൽവാദി പേരോട് തന്നെ വന്നത് പറയും. ക്ലിപ്പ് റെഡി, നമുക്ക് യുദ്ധം തുടങ്ങിയിട്ടുള്ളൂ. അടുത്തത് ഞാൻ വരാം. ഇതിന് മുഴുവനും മറുപടി ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ഇബ്ലീസ് മൗലവി പറഞ്ഞത് വല്ലാത്തൊരടങ്ങാറാണ്. എന്ത് പറഞ്ഞാലും മറുപടി ആണല്ലോ ഉപരി പറയുന്നത്, ന്യായീകരിക്കാനായിട്ട് ജീവിക്കുകയാണ്. വെക്കാൻ കൂടി പറയട്ടോ. പതനം അത് എത്ര വലുതാണെന്ന് ഇനി നാളെ ഇതിനെയും ന്യായീകരിക്കാൻ വരും. കാരണം ഇവരുടെ മശായിഖ് എന്ന് പറയുന്ന സാധനങ്ങൾ, സാഹിബുൽ ബക്കറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ ന്യായീകരിക്കുക എന്ന ഒരു പണിയുമായി മാത്രം ജീവിക്കുന്ന ഒരാൾ. അത് തന്നെയല്ലേ ഞങ്ങള്, അതാണ് ഞങ്ങളെ പണി. കാരണം എന്താണെന്നറിയോ, ആ പണി സ്വഹാബത്തെടുത്ത പണിയാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദർശപരമായി പാട്ടിലൂടെയും ഗദ്യത്തിലൂടെയും വിമർശിച്ചപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി നിർത്തി സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഹദീസ് എടുക്ക്, മിഷ്കാത്തിൽ കാണാം. എന്താ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ പണി? യുനാഫിഹു അർ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് വരുന്ന ഏത് വിമർശനത്തെയും അടിച്ചമർത്തി വാക്കുകൊണ്ട്, എഴുത്തുകൊണ്ട്, എന്തുകൊണ്ടാണോ അതുകൊണ്ട് തകർത്ത് കളയാൻ വേണ്ടി ഒരുങ്ങി നിന്ന ആളാണ് സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഈ സ്വഹാബികൾ ഒരുങ്ങി നിന്നപ്പോ ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാരിസീങ്ങളായ മശായിഖന്മാർ അവര് പറയുന്നത് ഞങ്ങൾ ധൈര്യത്തിൽ വെറുതെ അങ്ങോട്ട് വന്ന് ന്യായീകരിച്ചതല്ല.
ഞങ്ങളെന്തോ തൊള്ളപ്പുട്ട് പറഞ്ഞതല്ല. അവര് പറഞ്ഞതും ചെയ്തതും അതൊക്കെയും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഇമാമിയങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ പിൻബലത്തിൽ എല്ലാ തെളിവുകളും വെച്ച് മാറ്റുരക്കുകയാണ് ഇവിടെ. കാരണം എന്താണെന്നറിയോ? അൽ ഫത്ഹുർ റബ്ബാനി, മഹാനരായ ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, അൽ ഖൗമു അബ്ദാലുൽ അംബിയാ. മശായിഖന്മാരെന്ന് പറയുന്നത് അവർ അംബിയാക്കന്മാരുടെ അനന്തരക്കാരാണ്, അവരുടെ പകരക്കാരാണ്. അവര് ഒരു കാര്യം കൽപ്പിച്ചാൽ യഅ്മുറൂനകും ബിഅംരില്ലാഹി അസ്സ വജൽ, അവര് കൽപ്പിക്കുന്നത് അല്ലാഹുവിന്റെ നിർദ്ദേശത്തിലാണ്, അവര് വിരോധിക്കുന്നത് അല്ലാഹുവിന്റെ നിർദ്ദേശത്തിലാണ്. ഫഖ്ബലൂ മിൻഹും, അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ. അത് അവരെ സ്വ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യൂല.